നടൻ സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് വെടിവെച്ച കേസിലെ പ്രതികളിൽ ഒരാളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അഭിഭാഷകൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച അനുജ് ഥാപ്പന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലിരിക്കെയാണ് അനുജ് ഥാപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഇവർ സംശയിക്കുന്ന ദുരൂഹത? വേണു, അനുജ് ഥാപ്പന്റെ അഭിഭാഷകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ പ്രധാനപ്പെട്ട അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ മക്കോക്ക ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ അനൂജ് അടക്കമുള്ളവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിൽ ഭീഷണിയുണ്ട്, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി കോടതിയെ അറിയിച്ചതാണ്. ഇത്തരത്തിലൊരു പേടി കോടതിയെ അറിയിച്ചതിന് പിന്നാലെ ഏതാണ്ട് 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെയാണ് ഈ മരണം കൂടി സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഈ പോലീസ് ലോക്കപ്പ് ഉള്ളത് മുംബൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസുമായി ചേർന്നുകൊണ്ട് തന്നെയാണ്, അതേ കെട്ടിടത്തിൽ തന്നെയാണ്. അങ്ങനെ അതിസുരക്ഷ ഉള്ള ഒരു മേഖലയിലെ ഒരു സെല്ലിൽ വെച്ച് ഇത്തരത്തിൽ പ്രതി ആത്മഹത്യ ചെയ്യുന്നു. ആ ലോക്കപ്പിൽ ഈ അനൂജിനൊപ്പം തന്നെ 6 പേർ വേറെയും ഉണ്ടായിരുന്നു. ഈ സമയം ഉച്ചയ്ക്ക് ഒരു 12:30യോടെയാണ് അനൂജ് ലോക്കപ്പിനോട് ചേർന്നുള്ള ടോയ്ലറ്റിലേക്ക് പോകുന്നത്. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് അനൂജിനെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് അനൂജിനെ തിരിച്ചറിയുന്നത്. എന്നാൽ ഈ ലോക്കപ്പിൽ CCTV ക്യാമറയുണ്ട്. എന്നാൽ ബാത്റൂമിൽ സ്വാഭാവികമായും CCTV ക്യാമറയില്ല. ഈ അനൂജ് ബാത്റൂമിലേക്ക് പോകുന്നതും ഇത്ര സമയമായി വരാത്തതും ഒക്കെ തന്നെ പോലീസിന്റെ കൈവശം ദൃശ്യങ്ങളുണ്ടാകും. എന്തുകൊണ്ട് പോലീസ് ഈ കാര്യത്തിലൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല? മാത്രമല്ല, ഇത് അനൂജിന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട് എന്നതൊക്കെയാണ് ഈ പ്രതിയുടെ അഭിഭാഷകൻ പറയുന്നത്. ഏതായാലും CBI ഈ കാര്യത്തിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് ഈ അഭിഭാഷകരും ഒപ്പം മരിച്ച അനൂജിന്റെ കുടുംബവും പറയുന്നത്. അനൂജ് സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് വെടിവെച്ച 2 പ്രതികൾക്ക് തോക്ക് എത്തിച്ച് നൽകിയ പ്രതിയാണ്. അതാണ് അനൂജിനെതിരായ കുറ്റം. അനൂജിനൊപ്പം മറ്റൊരാളെ കൂടി പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ 26-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെയും സമാനമായ പല കുറ്റകൃത്യങ്ങളിലും പെട്ടയാളാണ് ഈ അനൂജ് ഥാപ്പൻ. വേണു, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.